ഫ്രൈ ഉണ്ടാക്കാൻ ചിമ്മയും കിണിയും ചിമ്മയും കൂടി കുമൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് രണ്ടാലും ക്ലീൻ കുമൽ കട്ട് ചെയ്ത് രണ്ടാളും തുല്യ അളവിലാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് തിരുമ്മി വെക്കാം. കട്ട് ചെയ്ത് വെച്ച കുമളിൽ 1 ടീസ്പൂണിൽ കുറച്ച് കൂടുതൽ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് തിരുമ്മി വെക്കാം. കുമിൾ ഫ്രൈ ചെയ്തെടുക്കാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇതിലൊരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 അരി വെളുത്തുള്ളി, 2 പച്ചമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10-12 ഉണ്ട്. ഒരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ അളവ് കുറക്കാം. സവാള ചേർത്ത് കൊടുക്കുക. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്തിട്ടൊരു 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. ഇനി മല്ലി, കറുവപ്പട്ട, ജീരകം, ഗ്രാമ്പൂ ഇവ ചേർത്തത് ഒരു 1.5 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുള്ള ഈ വെളിച്ചെണ്ണേൻ്റെ ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് വഴന്ന് ഈ വറുത്ത സാധനമാണ്. മുളക് പൊടി മാത്രമേ വറുക്കാത്തുള്ളൂ. ഇനി നമ്മുടെ കുമൽ ചേർത്ത് കൊടുക്കാം. കുമൽ ഉപ്പ് ചേർത്തുകൊണ്ട് വെള്ളം നന്നായി അതിന് ഊറി വന്നിട്ടുണ്ട്. ഇനി അടച്ചിട്ട് തീ കുറച്ച് കുമൽ തിളച്ചിട്ടുണ്ട്. കുമലിലെ വെള്ളം ഉപ്പ് ചേർത്തുകൊണ്ടാണ് ആദ്യം വെള്ളം ഇറങ്ങി വന്നത്. അടുപ്പത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം സാവധാനത്തിൽ ഇറങ്ങി വരും. അടച്ചു കൊടുക്കാം. കുമൽ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിലല്ല വേണ്ടത്. പിന്നെ ശരിയായി ആറിയ രീതിയിലാണെങ്കിൽ ഇളക്കി ആറ്റിയെടുക്കാം. കുമലിന് ഉപ്പിടുമ്പോഴും ഉപ്പ് കുറച്ചിടുക. ഇത് 400 ഗ്രാം കുമലിന് ഞാൻ 1.25 ടീസ്പൂൺ ഉപ്പായിരുന്നു. കുമൽ വേകുമ്പം നന്നായിട്ട് കുറയും. ഇതിപ്പം പാകത്തിന് ഉപ്പുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുമൽ ഫ്രൈ ഇവിടെ റെഡിയായി. ഞാൻ ആറ്റിയിട്ടെടുക്കുന്നില്ല, ഈ രീതിയിലാണ് എടുക്കുന്നത്. ഈ കുമൽ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്.